മാർക്കറ്റ് കുറേ നാളായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് സമയത്ത് എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? തെറ്റായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീർഘനാളുകൾ കാത്തിരിക്കണം. പക്ഷേ കുറേ നാളുകൾ മാത്രം കാത്തിരുന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനം മുകളിലോട്ട് അടിച്ചു വിടാനുള്ള പദ്ധതി നിങ്ങൾക്കറിയാമോ? ലംസം ഇൻവെസ്റ്റിംഗ്. അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ കണ്ടിരിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. തുടക്കത്തിൽ മാർക്കറ്റ് വിശേഷങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ട്രംപ് ചേട്ടൻ ഇന്നലെ ജർമ്മൻ ചാൻസലറുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ എണ്ണ വില, ക്രൂഡ് ഓയിലിൻ്റെ വില അദ്ദേഹം കുറയ്ക്കുവാനായിട്ട് ഒരു പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലർക്കൊക്കെ സന്തോഷമായി. പക്ഷെ എന്താണാവോ പുള്ളി ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം ഇതുവരെ ക്ലിയർ അല്ല. പലരും പറയുന്നത് ഓൾറെഡി ഇറാൻ്റെ ഒരു 20-25 കപ്പലുകൾ അവർ മുക്കി ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനടുത്ത്. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടെ അങ്ങ് മുക്കിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓൾറെഡി അതിനടുത്തൊരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിനെ വരെ അവർ പിടിച്ചടക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ ടാങ്കർ ഗതാഗതങ്ങൾ എല്ലാം നോർമലായി പോകും. പിന്നെ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായി പോകും. അങ്ങനെ ഇരിക്കെ നാച്ചുറലി ഇൻഷുറൻസ് കമ്പനിക്കും ഇച്ചിരി വിലയൊക്കെ കിട്ടും. എന്നിട്ട് അങ്ങനെ നമ്മുടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം, HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഒരു 5-8 ദിവസമായിട്ട് നല്ലപോലെ വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഒരു വിസിൽ ബ്ലോവറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അന്നേരം അത് കാരണമാണ് അത് സെബിയുടെ മുമ്പിൽ എത്തി. അങ്ങനെ HDFC ബാങ്കിന് ഒരു അടി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഡോക്യുമെൻ്റ് ഒന്ന് നോക്കിക്കാട്ടെ. ഈ ഡോക്യുമെൻറ്റിനകത്താണ് മിസ്റ്റർ രാകേഷ് കെ സിംഗ്, ഗ്രൂപ്പ് ഹെഡ്, ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിന് വിരുദ്ധമായിട്ട് വിസിൽ ബ്ലോവറിൻ്റെ കംപ്ലൈൻറ്റ്. അതിനകത്ത് പല ആൾക്കാരെ ഇദ്ദേഹം പൊളിറ്റിക്സ് കളിച്ചിട്ട് നല്ല ആൾക്കാരെ അവരെ പിരിച്ചു വിടുക അല്ലെങ്കിൽ അവരെ കൊണ്ട് റെസിഗ്നേഷൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ്. അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഓഫീസ് പൊളിറ്റിക്സ് പോലൊക്കെ കണ്ടെന്നിരിക്കും. പക്ഷേ ബാങ്കിൽ ആ നോർമൽ ഓഫീസ് പൊളിറ്റിക്സ് പറ്റത്തില്ല. അതിനകത്ത് ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇതുപോലെ ഹൈ ലെവലിൽ ഇരിക്കുന്ന ആൾ. എന്താണ് ആദ്യം പറയുന്നത്? ആദ്യത്തെ നിങ്ങൾ നോക്കിക്കാട്ടെ, പുവർ മിസ്റ്റർ ചക്രപാണി സർ പണിഷ്ഡ്. എന്താണ് കാരണം? ഫോഴ്സ്ഡ് ടു റിട്ടയർ പ്രീമച്യൂർലി ഫോർ വാട്ട്? മൈനർ ഇൻഫ്രിഞ്ച്മെൻറ്റ്, ഗെറ്റിംഗ് ഫ്യൂ തൗസൻഡ്സ് ഫോർ എ സ്പൗസ് NGO ടുഗദർ ഫോർ ഫ്യൂ എംപ്ലോയീസ്. പറഞ്ഞു വരുന്നത്, ഈ ചക്രപാണി സാറിൻ്റെ ഭാര്യ ഒരു NGO നടത്തിക്കൊണ്ടിരുന്നു. അന്നേരം NGOയ്ക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അതിനകത്ത് ഭാഗവാക്കാകാനായിട്ട് ഈ ഇദ്ദേഹം ചില എംപ്ലോയീസിനോട് പറഞ്ഞു. അങ്ങനെ അവരങ്ങ് ജോയിൻ ചെയ്ത് കാണും. പക്ഷെ അത് വലിയ പ്രശ്നമായിട്ട് പുള്ളി പറയുന്നില്ല. അത് മൈനർ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. അത് പ്രശ്നമല്ലാത്ത സ്ഥിതിക്ക് പുള്ളിയെ ഇങ്ങനെ അങ്ങ് പ്രീമച്യൂർലി റിട്ടയർ ചെയ്യിപ്പിക്കുന്ന അത്ര ശരിയല്ല എന്നാണ് ഇതിൻ്റെ ഈ വിസിൽ ബ്ലോവർ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? പുവർ വിനയ് രാജ്ദാൻ സർ ഹെവിലി പെനലൈസ്ഡ്, ഇവൻച്വലി ഫോഴ്സ്ഡ് ടു എക്സിറ്റ് ഫോർ വാട്ട്? സ്മോൾ എറർ ഓഫ് ഡിലേഡ് ഡിസ്ക്ലോഷർ ഓഫ് ചെക്ക് ബൗൺസ് കേസ് റിലേറ്റഡ് filed by unscrupulous builder. In this whole episode, poor Vinay sir was the victim party but faced the consequence. Unfortunate. അടുത്തത് poor Rahul Shyam Shukla sir, severely punished, sent on sabbatical, eventually exited. What was his crime? Trying to do hard talk and make genuine efforts with noble intentions to improve performance of the bank. Final outcome, unceremonious exit. Other senior team member of this team, headed by Sumant Rampal and Rajesh Sharma, also penalized for no fault. Regrettable. Recent victim, Mr. Bhavesh Zaveri, punished again and again for no fault of him. What he has done, few minor aberrations, and it is overplayed to achieve a sinister plan. Eventually, forced to write his unwillingness to seek reappointment. Interestingly, group head Rakesh Singh
ഫ്ലറിഷിംഗ് ഈവൻ ആഫ്റ്റർ ഡെലിബറേറ്റ്ലി സപ്രസിംഗ് ഹിസ് ഡുവൽ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്. ഈ ആൾക്കാരെ പിരിച്ചുവിടുന്ന അണ്ണനുണ്ടല്ലോ, ഈ രാകേഷ് കെ സിംഗ്, ഗ്രൂപ്പ് ഹെഡ് ഇന്റർനാഷണൽ ബാങ്കിങ്, അദ്ദേഹത്തിന് ഡബിൾ എംപ്ലോയ്മെന്റ് ഉണ്ടെന്നാണ് ഈ വിസിൽ ബ്ലോയറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ഈസ് conflicted fiduciary position of a trustee and treasurer in Sneha NGO. ഈ ബാങ്കിലെ അണ്ണന്മാരൊക്കെ ഒരു NGO എന്ന് പറഞ്ഞ പരിപാടികൾ കുറേ പേരൊക്കെ നടത്തുന്നുണ്ട്. അതിനകത്ത് തന്നെ അവർക്ക് കുറേ മാനിപ്പുലേഷൻ നടത്താം. NGO ആകുമ്പോഴത്തേക്ക് കുറേ ടാക്സ് ബെനിഫിറ്റ് ഒക്കെ കിട്ടും. ഭാര്യയുടെ പേരിലായിരിക്കും പരിപാടി നടത്തുന്നത്. എൻ്റെ NGOയുടെ പരിപാടിക്കകത്ത് ഓഡിറ്റിനകത്തൊക്കെ എനിക്കറിയത്തില്ല എന്തൊക്കെ പരിപാടികളൊക്കെ നടത്തുന്നുള്ള കാര്യം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു 15-20 കോടി രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഈ സ്നേഹ NGOയ്ക്കകത്ത് കയറി പിടിച്ചതുകൊണ്ട്. അങ്ങനെയാണ് ഈ ഡോക്യുമെന്റിനകത്ത് പറഞ്ഞു വരുന്നത്. HDFC ബാങ്കിന്റെ CSR ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ 10 to 15 crore റിസീവ്ഡ് ഡയറക്ട്ലി ഓർ മോർ. അന്നേരം HDFC ബാങ്കിന്റെ CSR ഫണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ NGOയ്ക്ക് കൊടുത്തെന്നാണ് കംപ്ലൈന്റ്. എന്നാൽ വേറെ ഒരാളുടെ NGOയുടെ അതിനകത്ത് കുറെ എംപ്ലോയീസ് മെമ്പേഴ്സ് ആയതിനാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. അന്നേരം കണ്ണിലിരിക്കുന്ന വലിയ ഭീം അത് വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റിയ പരിപാടി പോലെ ഇരിക്കുന്നു. അങ്ങനെ HDFC ബാങ്കിൻ്റെ സ്റ്റോക്കിന് ഒരു ഇടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിസിൽ ബ്ലോവർ നോട്ടീസുകാർ. അടുത്തത് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ കയ്യിൽ ലംസമായിട്ട് എമൗണ്ട് ഉണ്ട്. അന്നേരം അത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലോ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇടി തുടങ്ങുമ്പോൾ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വാല്യൂ തന്നെ ഇടിഞ്ഞു വീഴും. അന്നേരം നമുക്കൊരു പശ്ചാത്താപം കാണും. നമ്മൾ വിചാരിക്കും, ആ പണം ഇവിടെ താഴെ വന്നാൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ, നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടിയേനേയും അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്സ് കിട്ടിയേനേയും. അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം കറക്റ്റ് സമയം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് മേളിലോട്ട് മേളിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടെ ബോട്ടം ഔട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, പ്രവാചകന്മാരല്ലല്ലോ നമുക്ക്. അന്നേരം എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ആ ബോട്ടം ലെവലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മുകളിലോട്ട് പിന്നെ പോകുമ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അന്നേരം അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കിപ്പോൾ നോക്കിക്കളയാം. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ സ്മോൾ ക്യാപ്പ് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴോട്ട് തന്നെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. ചിലത് ഇച്ചിരി കൂടുതൽ വീഴുന്നു, ചിലത് ഇച്ചിരി കുറച്ച് വീഴുന്നതേ ഉള്ളൂ. അന്നേരം നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു എക്സാമ്പിളിന് ഏതെങ്കിലും ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് എടുത്തെന്ന് വിചാരിച്ചു. അന്നേരം ബന്ധൻ സ്മോൾ ക്യാപ്പോ അല്ലെങ്കിൽ മറ്റേ HDFC സ്മോൾ ക്യാപ്പോ ഏതിൻ്റെ സ്മോൾ ക്യാപ്പിൻ്റെ ഫണ്ട്. ഈ സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഒരു ബെഞ്ച് മാർക്കായിട്ട് ഇൻഡെക്സ് ഉണ്ട്. അതിൻ്റെ കറക്റ്റ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് ആദ്യം നമ്മൾ പോയി എടുക്കേണ്ടത്. അന്നേരം ഞാനിവിടെ ഗൂഗിളിനകത്ത് നിങ്ങളും ഇതുപോലെ തന്നെ എഴുതിയാൽ മതി, വിച്ച് ഈസ് ദ സ്മോൾ ക്യാപ്പ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇൻ ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ്. അതിനകത്താണ് നമ്മൾ പോയി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അന്നേരം അതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, വിച്ച് ഈസ് ദ സ്മോൾ ക്യാപ്പ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇൻ ട്രേഡിംഗ് വ്യൂ. അന്നേരം ഇതിനകത്ത് എന്താണ് തന്നിരിക്കുന്നത്? CNX സ്മോൾ ക്യാപ്പ്. ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? CNX സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250. മനസ്സിലായോ? അന്നേരം ഇതിൽ രണ്ടിലും ഏതെങ്കിലും നമ്മൾ എടുത്താൽ മതി. നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്ക്, നമ്മുടെ ആ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അറിയാമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പെയ്യെ പോയി ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. tradingview.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അന്നേരം ഇതിനകത്ത് പോയിട്ട് ഇവിടെ വന്നിട്ട് നമുക്കിങ്ങനെ, ഇപ്പം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചത് കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ CNX സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞ ഇൻഡെക്സ്, ഇപ്പം ഇത് അതിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് കേട്ടോ. അന്നേരം ഇതിനകത്ത് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനകത്ത് നിങ്ങൾ കാണണം 3 ലൈൻ കാണാം കേട്ടോ. ഇതിനകത്ത് 50 ഡേ മൂവിങ് ആവറേജ് ഉണ്ട്, 100 ഡേ മൂവിങ് ആവറേജ് ഉണ്ട്, 200 ഡേ മൂവിങ് ആവറേജ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ ചുവന്ന വരയുണ്ടല്ലോ, ഇതാണ് 200 ഡേ മൂവിങ് ആവറേജ്. അത് കഴിഞ്ഞിട്ടുള്ള ആ ലൈറ്റ് പച്ച ഉണ്ടല്ലോ, അതാണ് 100 ഡേ മൂവിങ് ആവറേജ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് 50 ഡേ മൂവിങ് ആവറേജ്. ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ഈ കാൻഡിൽ സ്റ്റിക്ക് ഇത് ഇടിഞ്ഞ് താഴെ വീണിട്ട് ഇത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഇമ്പറ്റസ് കാണുമായിരിക്കും, ഇപ്പോൾ എന്താണ്ട് മുകളിലോട്ടാണല്ലോ പോകുന്നത്, നമുക്ക് അങ്ങ് കയറി പിടിച്ചോളാം എന്നുള്ള കാര്യം.
പക്ഷേ നാളത്തെ കാലം എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങോട്ട് ഇച്ചിരി കൂടി എക്സ്ട്രാ ഡീപ്പായിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാശ് നഷ്ടപ്പെടും. അന്നേരം ഇതിനകത്ത് ലോജിക്കലി ബെസ്റ്റ് പരിപാടി എന്താണെന്നറിയാമോ? ഇതിങ്ങനെ മുകളിലോട്ട് വന്നെന്ന് വിചാരിച്ചു. മുകളിലോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഈ 100 ഡേ മൂവിങ് ആവറേജ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലോട്ട് ഇത് ക്രോസ് ചെയ്ത് പോകും. അത് ക്രോസ് ചെയ്ത് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇടരുത്. ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇച്ചിരി മുകളിലോട്ട് പോയി കഴിയുമ്പം ആ ലെവലിലാണ് നമ്മൾ പോയി ലംസം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ സമയത്തൊക്കെ താഴെ കിടക്കുമ്പോൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഭാഗ്യത്തിന് അത് ഇവിടുന്ന് അങ്ങ് മുമ്പോട്ട് പോയാൽ ഓക്കെ. പക്ഷെ നമ്മളെപ്പോഴും ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഈ 200 ഡേ മൂവിങ് ആവറേജ് ഉണ്ട്, 100 ഡേ മൂവിങ് ആവറേജ് ഉണ്ട്. അന്നേരം 100 ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടിടാം. അത് ആ പോക്കിനകത്താണ് മുകളിലോട്ട് അങ്ങ് പോകും. അതിൻ്റെ ഒരു ഡ്രൈവ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരൂടും ഒന്ന് സുരക്ഷിതമായി ഇരിക്കണം. നമുക്ക് അത്ര ധൈര്യം പോരായെങ്കിൽ ഈ 200 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പം അന്നേരവും നമുക്ക് ഇടാം. അങ്ങനെയാണ് ഇതിനകത്ത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആ സമയം. നമുക്കിപ്പം ഇത് ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെങ്കിൽ സ്റ്റോക്കിലോട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലോട്ട് നമുക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് നാൾ നോക്കിക്കൊണ്ടിരുന്നു, ഇപ്പം കറക്റ്റ് സമയം വന്നു. അന്നേരവും ലംസം ഇടുമ്പം ഈ ഐഡിയ യൂസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെയിൽ അയച്ചാൽ മതി. നമുക്ക് പിന്നെ ഒന്ന് ഇച്ചിരൂടും ക്ലാരിഫൈ ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഉണ്ടല്ലോ, അതൊന്ന് അടിച്ചേക്കണേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.